നെക്സ്റ്റ് ഫയലാണ്. ഫയൽ പറഞ്ഞാൽ വെച്ചാൽ സ്ട്രീം ഓഫ് ബൈറ്റ്സ് ആണ്. നമുക്കറിയാം നോർമലി ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബി ലോസ്റ്റ്, ഓർ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ അതിന് മെമ്മറിയിൽ ലോസ്റ്റ് ആവും. പക്ഷെ നമുക്കൊരു സാധനം കുറെ നേരത്തേക്ക് പെർസിസ്റ്റ് ചെയ്യണം നമ്മൾ മെമ്മറിയിൽ എന്നുണ്ടെങ്കിൽ വി വിൽ ചൂസ് ഫയൽസ് ബിക്കോസ് ഇറ്റ്സ് എ ലൈക്ക് എ പെർമനന്റ് സ്റ്റോറേജ് അൺടിൽ നമ്മൾ പ്രസ് ചെയ്ത് ഡിലീറ്റ് ചെയ്യണ വരെ ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ മെമ്മറി. സോ അതിനാണ് ഫയൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ ഇറ്റ്സ് വെരി ഈസി. ആൻഡ് ഓൾസോ വെൻ വർക്ക് ഇറ്റ് ക്യാൻ സേവ് ഇറ്റ് ക്യാൻ ബി സേവ്ഡ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അവിടെ ഫയൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫയൽ പോയിന്റർ വേണം. ഇപ്പൊ നമ്മൾ വെറും പോയിന്റർ പറഞ്ഞില്ലേ, വാരിയബിൾസിന്റെ പോയിന്ററിനെ കുറിച്ച് സംസാരിച്ചു. അതേപോലെ ഫയലിൽ നമുക്കൊരു പോയിന്റർ വേണം. പോയിന്റർ ഈസ് ലൈക്ക് ഇൻഡിക്കേഷൻ ഓർ എൻ അഡ്രസ് ഒരു ആരോ മാർക്ക് ടു ഫൈൻഡ് ദ കറക്റ്റ് പൊസിഷൻ. കറക്റ്റ് ആയിട്ടുള്ള ഫയൽ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഫയൽ പോയിന്റർ യൂസ് ചെയ്യുന്നത്. സോ ഇതിന്റെ സിന്റാക്സ് പറഞ്ഞത് ഫയൽ ക്യാപിറ്റൽ ഫയൽ സ്റ്റാർ FPTR. ഈ FPTR ഓർ FP എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് പേര് കൊടുക്കാം. അത് ഫയലിന്റെ വാരിയബിൾ നെയിം ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളൊരു ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് യു ഷുഡ് നോ ദാറ്റ് അവിടെ ഒരു ഫയൽ പോയിന്റർ ആവശ്യമുണ്ട്. ഫയൽ എന്ന് പറഞ്ഞ ക്യാപിറ്റൽ ആയിട്ട് എഴുതി സ്പേസ് സ്റ്റാർ FP അല്ലെങ്കിൽ FPTR. അതായത് സ്റ്റാർ എന്ന് പറഞ്ഞൊരു പോയിന്റർ ഉണ്ട്. ഫയൽ പോയിന്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും ഫയലിൽ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് രണ്ട് ടൈപ്പ് ഫയൽസ് ഉണ്ട് കമ്പ്യൂട്ടറിൽ. ഒന്ന് ടെക്സ്റ്റ് ഫയൽസും ഒന്ന് ബൈനറി ഫയൽസും. ടെക്സ്റ്റ് ഫയൽസ് വിൽ ബി റിട്ടൺ ഇൻ അവർ ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെ നമുക്ക് വല്ല ടെക്സ്റ്റ് എഡിറ്റേഴ്സ് വെച്ചിട്ട് മാത്രമേ നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഈസി ടു എഡിറ്റ് ആണ്, മൂവ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ബൈനറി ഫയൽസ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബി റിട്ടൺ ഇൻ മിഷൻ ലാംഗ്വേജ്, സീറോസ് ഓർ വൺസ്. സോ നമ്മൾ തുറക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവണം എന്നില്ല. അതേപോലെ തന്നെ ബൈനറി ഫയൽസ് ഫാസ്റ്റ് ആണ് കമ്പയർ ടെക്സ്റ്റ് ഫയൽസ് ബിക്കോസ് അതിന്റെ ഇടയിൽ ഒരു ടെക്സ്റ്റ് എഡിറ്റേഴ്സിനൊന്നും ആവശ്യം ബൈനറിക്ക് ഇല്ല. ബിക്കോസ് മിഷനോ പെട്ടെന്ന് തന്നെ എന്താ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ ഇത്രയും രണ്ട് ടൈപ്പ് ഫയൽസ് വേണ്ട, ടെക്സ്റ്റ് ഫയലും ബൈനറി ഫയൽസും. ഇനി ഒരു ഫയൽ ഓപ്പൺ ചെയ്യണം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിലൂടെ എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞു ഫയൽ പോയിന്റർ വേണം. ഫയൽ പോയിന്റർ വെച്ച് മാത്രമേ ഓപ്പണും ക്ലോസും റീഡും റൈറ്റും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഫയൽ സ്പേസ് സ്റ്റാർ FP എന്ന് കൊടുക്കും. ഇനി ഓപ്പൺ ചെയ്യണമെങ്കിൽ F ഓപ്പൺ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇൻബിൽഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ തന്നെയാണ്. FP ഈക്വൽ ടു F ഓപ്പൺ. അതിൻ്റെ ഉള്ള ഫയലിന്റെ പേര് മോഡ്. പല രീതിക്ക് മോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ മോഡ് ഓഫ് ഓപ്പറേഷൻ. എന്തിനാണ് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യണേ? റീഡ് ചെയ്യാനാണോ, റൈറ്റ് ചെയ്യാനാണോ, അപ്പൻഡ് ചെയ്യാനാണോ എന്നുള്ളതാണ്. റീഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? എക്സിസ്റ്റിംഗ് ഫയൽ ഓപ്പൺ ചെയ്യുക, റീഡ് ചെയ്യുക. ഇല്ലെങ്കിൽ അത് ഉണ്ടെങ്കിൽ അത് റീഡ് ചെയ്യും, അല്ലെങ്കിൽ അത് എറർ പറയും, ഇല്ല അങ്ങനെ സാധനം ഇല്ല എന്നത്. W എന്തിനായിരിക്കും? W റെപ്രസെന്റ് ചെയ്യുന്നത് റൈറ്റിംഗിന് വേണ്ടിയിട്ടാണ്. അത് അങ്ങനെ ഒരു നിങ്ങൾ പറഞ്ഞ ഫയൽ നെയിം അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദേ വിൽ ക്രിയേറ്റ് എ ന്യൂ ഫയൽ. നിങ്ങൾ പറഞ്ഞ പേര് വെച്ചിട്ട് ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ പറഞ്ഞ സെന്റൻസ് അതിൽ റൈറ്റ് ചെയ്യും. ഓക്കെ. ആൻഡ് എപ്പോഴും ഫയൽ പോയിന്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ബിഗിനിങ് തന്നെ ആയിരിക്കും. ഇനി ഏടെ കേസ് എടുത്താൽ അപ്പൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഴുതി വെച്ചതിൽ ലാസ്റ്റിൽ നമ്മൾ കയറ്റുന്ന വാല്യൂവിനെയാണ് അപ്പൻഡ് എന്ന് പറയാം. അവിടെ നമുക്ക് ആലോചിക്കുമ്പോൾ അപ്പോഴും അവിടെ എങ്ങനെയാ വെച്ചാൽ ഇപ്പൊ ആ ഒരു ടെക്സ്റ്റ് ഫയൽ നിങ്ങൾ തുറക്കാൻ ഉദ്ദേശിച്ച ടെക്സ്റ്റ് ഫയൽ ഇല്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു ടെക്സ്റ്റ് ഫയൽ ഉണ്ടാക്കി അതിൽ എഴുതും. മിക്കതും അതിന്റെ ഫയൽ പോയിന്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻഡ് എന്നായിരിക്കും. കാരണം അപ്പൻഡിങ് അല്ലേ, അത് എൻഡിലായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് R+W+A+ എന്ന് പറഞ്ഞൊരു മോഡുകളുണ്ട്. R+ എന്ന് പറഞ്ഞാൽ ആ ടെക്സ്റ്റ് ഫയൽ റീഡിങ്ങിനും റൈറ്റിങ്ങിനും യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. W+ അപ്പൊ എന്തായിരിക്കും? ഇറ്റ് ഓൾസോ ഫോർ ബോത്ത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. If it first truncates the file to 0 length if it exists, otherwise create a file if it does not exist ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ 0 ലെങ്ത്തിലേക്ക് കൺവേർട്ട് ചെയ്ത ശേഷമാണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യും. A+ പറഞ്ഞാൽ എന്താണ്? റീഡിങ്ങും റൈറ്റിങ്ങിനും വേണ്ടിയിട്ടാണ്. ഇറ്റ് ക്രിയേറ്റ്സ് എ ഫയൽ ഇഫ് ഡസ് നോട്ട് എക്സിസ്റ്റ്. റീഡിംഗ് വിൽ സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ് ബട്ട് റൈറ്റിംഗ് ക്യാൻ ഓൺലി ബി അപ്പൻഡഡ്. റീഡിംഗ് സ്റ്റാർട്ടിംഗ് മുതൽ റീഡ് ചെയ്യും, പക്ഷെ റൈറ്റിംഗ് അറ്റ് ദ എൻഡ് മുതലേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളതാണ് 6 മോഡുകൾ. R+W+A+, അങ്ങനെ ഇത്രയും 6 മോഡുകളാണ് ഫയൽസിൽ ഉള്ളത്. ഓക്കെ. ഇപ്പൊ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫയൽ നെയിം കൊടുക്കാം, അല്ലെങ്കിൽ ഫയൽ ലൊക്കേഷൻ കൊടുക്കാം. അതുപോലെ തന്നെ അതിന്റെ കൂടെ അതിന്റെ മോഡ് എഴുതണം. ആണോ, W ആണോ, A ആണോ, എന്തിനു വേണ്ടി നമ്മൾ ഈ ഫയൽ ഓപ്പൺ ചെയ്യുക എന്നുള്ളത്. അതുപോലെ ഒരു ഫയൽ ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഇൻബിൽഡ് ഫംഗ്ഷൻ ഉണ്ട്, F ക്ലോസ്. അപ്പൊ ഓപ്പൺ ചെയ്യാൻ F ഓപ്പൺ ഉണ്ട്, ക്ലോസ് ചെയ്യാൻ F ക്ലോസ് ഉണ്ട്. ഓക്കെ. ഇനി നമുക്ക് റീഡ് ചെയ്യാൻ റൈറ്റ് ചെയ്യാനൊക്കെ ഇൻബിൽറ്റ് ഫംഗ്ഷൻസുകൾ ഉണ്ട്. ഇപ്പൊ നമുക്കൊരു ക്യാരക്ടർ റീഡ് ചെയ്യണമെങ്കിൽ F get C എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ട് എല്ലാത്തിലും ഫയൽ പോയിന്റർ ഉണ്ട്, മറക്കരുത്. ഫയൽ പോയിന്ററിലൂടെ മാത്രമേ നമുക്ക് ഫയലിന്റെ ഉള്ളിലേക്ക് കയറാനും അതൊന്ന് വാല്യൂസ് എടുക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ ഫയൽ പോയിന്റർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സിന്റാക്സ് ഒന്ന് നോക്കി വെക്കുക. F get C വരുമ്പോൾ റീഡ് ക്യാരക്ടർ, ഒരു ഫയലിന്റെ ഒരു ക്യാരക്ടർ റീഡ് ചെയ്യാനാണ്. അപ്പൊ CH ഈക്വൽ ടു F get C ഓഫ് ദാറ്റ് ഫയൽ പോയിന്റർ. ഇനി F put C എന്ന് പറഞ്ഞാൽ എന്താ? പ്രിന്റ് ചെയ്യാനാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് F put C എന്താണ് നമ്മുടെ പേര്? CH, FP, അതായത് ഫയൽ പോയിന്റർ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് പ്രിന്റ് പോലും ചെയ്യാൻ പറ്റുള്ളൂ. scanf എന്തായിരിക്കും? റീഡ് ദ നമ്പേഴ്സ് സ്ട്രിംഗ് ഫ്രം എ ഫയൽ. അപ്പോൾ നമ്പേഴ്സ്, സ്ട്രിംഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫയലിന് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നതാണ്. അവിടെ നമ്മൾ ചെയ്യുക ആദ്യം FP,
പിന്നെ കോമ, പിന്നെ പെർസെന്റേജ് ഡി ആൻഡ് ആംബസെന്റ് എൻ. എൻ എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? നമ്പർ, ആ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. പ്രിന്റ് എഫ് ആണെങ്കിലും സെയിം തന്നെയാണ്. എഫ് പി പെർസെന്റേജ് ഡി ആംബസെന്റ് ഇല്ല, എൻ മാത്രം. ജസ്റ്റ് ലൈക്ക് എ നോർമൽ സ്കാൻ ഓഫ് പ്രിന്റ് എഫ്, ഇതും സെയിം ആയിട്ട് വരയ്ക്കും. എഫ് സ്കാൻ ഓഫ് പ്രിന്റ് എഫ് ജസ്റ്റ് ലൈക്ക് സ്കാൻ ഓഫ് ആൻഡ് പ്രിന്റ് എഫ്. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് അറിയേണ്ടത്. എഫ് ഓപ്പൺ, എഫ് ക്ലോസ്, ദെൻ എഫ് ഫ്രീ, എഫ് ഗെറ്റ് സി, എഫ് പുട്ട് സി, എഫ് സ്കാൻ ഓഫ്, എഫ് പ്രിന്റ് എഫ്. ഇനി കുറച്ച് ഇൻബിൽറ്റ് ആയിട്ടുള്ള വേറെ ഫംഗ്ഷൻസ് ഉണ്ട്. എഫ് ഇ ഒ എഫ് എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ, ഫയൽ എൻഡ് ഓഫ് ദി ഇൻഡിക്കേറ്റർ എത്തിയോ, ഫയൽ എൻഡ് ഓഫ് ദ പൊസിഷൻ എത്തിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എഫ് ഒ എഫ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇത് നോൺ സീറോ വാല്യൂ വെൻ നോൺ വാല്യൂ ആണ് if the end of the file indicator associated with the stream is set. അതായത് നോൺ സീറോയും വരും, സീറോയും വരും. ഓക്കെ, ആ രണ്ട് രീതിക്കാണ് നമ്മൾ എൻഡ് ഓഫ് ഫയൽ റെപ്രസെന്റ് ചെയ്യുന്നത്. റീവൈൻഡ് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഫയൽ പോയിന്റർ ആദ്യത്തെ പൊസിഷനിലേക്ക്, ഏറ്റവും ബിഗിനിങ്ങിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് റീവൈൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെയുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഫ് സീക്ക്. എഫ് സീക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മൾ സീക്ക് ചെയ്യാണ്, അതായത് നമ്മൾ പറയുന്ന സ്ഥലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് എഫ് സീക്ക് ഉദ്ദേശിക്കുന്നത്. എഫ് സീക്കിൽ 3 കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് ഫയൽ പോയിന്റർ, പിന്നെ ഓഫ്സെറ്റ്, പിന്നെ പൊസിഷൻ. ഇത്രയും കാര്യങ്ങൾ അറിയണം. എഫ് പി ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. ഫയൽ പോയിന്റർ, ഓഫ്സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, അതായത് ഏത് പൊസിഷനാണ് റെക്കോർഡ് ഫൗണ്ട് ചെയ്യേണ്ടത്, അതായത് 20ാമത്തെ പൊസിഷൻ ആണോ 19ാമത്തെ പൊസിഷൻ ആണോ എന്ന് പറയുന്നതാണ് സീക്ക് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. പൊസിഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് എന്നാണോ എൻഡിങ് എന്നാണോ ഇടയിൽ നിന്നാണോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് പൊസിഷൻസ് ഏതൊക്കെയാ? സീക്ക് സെറ്റ്, സീക്ക് എൻഡ്, സീക്ക് കർവ്. സീക്ക് സെറ്റ് എന്ന് പറഞ്ഞാൽ ബിഗിനിങ് എന്നാണ്, സീക്ക് എൻഡ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫ്രം ദ എൻഡ് ആണ്, സീക്ക് കർവ് എന്ന് പറഞ്ഞാൽ കറന്റ് പൊസിഷൻ എന്നാണ്, ലൊക്കേഷൻ എന്നാണ്. അപ്പൊ ഒരു 21st ബൈറ്റ് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കൊടുക്കുക? എഫ് സി കോമ എഫ് സി ഇൻ ദ ബ്രാക്കറ്റ് എഫ് പി കോമ. ഇപ്പൊ 21st എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻഡെക്സ് സ്റ്റാർട്ട് ഫ്രം 0 to 20, റൈറ്റ്? അപ്പൊ 20th ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ എഫ് പി 21st ആണെന്ന് പറയുമ്പോൾ 20th പൊസിഷനിലാണ്. അപ്പോൾ എഫ് പി കോമ 20,0, ബിക്കോസ് 0 ഓർ നിങ്ങൾക്ക് സീക്ക് സെറ്റ് എന്ന് കൊടുക്കാം, അതായത് സ്റ്റാർട്ടിങ് എന്നാണെന്നുള്ളത് പറയാം. രണ്ട് രീതിക്ക് കൊടുത്താലും ഇത് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എഫ് ഇ ഓഫ് എന്ന് പറയുന്നത് എന്താണ്? ഫയൽ എൻഡ് ഓഫ് ഫയൽ ആയോ എന്നുള്ളതാണ്. നെഗറ്റീവ് നോൺ സീറോ റിട്ടേൺ ചെയ്യും ഇഫ് ഇറ്റ് ഈസ് എൻഡ് ഓഫ് എറർ, അതർവൈസ് സീറോ റിട്ടേൺ ചെയ്യും. റിവൈൻഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫ്രം അഗെയിൻ ഫ്രം ദ ബിഗിനിങ്. എഫ് സീക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഫൈൻഡ് ദ പൊസിഷൻ, കറന്റ് പൊസിഷൻ, നോട്ട് കറന്റ് പൊസിഷൻ, ഇറ്റ് വിൽ മൂവ് ടു ദ പൊസിഷൻ ദാറ്റ് യു സെറ്റ്. നമ്മൾ പറയുന്ന പൊസിഷനിലേക്ക് ഇത് മൂവ് ചെയ്യും. ഈ ലാസ്റ്റ് പറഞ്ഞ കൂടി ഉണ്ട് എഫ് ടെൽ. എഫ് ടെൽ എന്തിനാ വെച്ചാൽ കറന്റ് പൊസിഷൻ, ഇപ്പൊ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് പറഞ്ഞിരുന്നതാണ് എഫ് ടെൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ഏത് പൊസിഷനിലാണ് നിൽക്കണമെന്ന് പറഞ്ഞതാണ് എഫ് ടെൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത് 2-3 കൂടി ഉണ്ട്. എഫ് റീഡ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ബഫേർഡ് ബൈനറി വാല്യൂസുകൾ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഫ് റീഡ് യൂസ് ചെയ്യുന്നത്. ആൻഡ് എഫ് റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു പോയിന്റ് കൂടി പറഞ്ഞു നിർത്താം. അതായത് നമുക്ക് 2 ടൈപ്പ് ആക്സസുകൾ ഉണ്ട്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ വെക്കാം, സീക്വൻഷ്യൽ ആൻഡ് റാൻഡം. സീക്വൻഷ്യൽ പറഞ്ഞാൽ എന്താ? നമ്മൾ കൊടുത്ത വാല്യൂ സീക്വൻഷ്യൽ പറയ ഒരു സീക്വൻസ് ആണ്, ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് വേ ഓഫ് സ്റ്റോറേജ്. റാൻഡം എന്ന് പറഞ്ഞാൽ റാൻഡംലി ആക്സസ് ചെയ്യണം, എവിടെയെങ്കിലും കിടക്കുന്ന സാധനം റാൻഡംലി ആക്സസ് ചെയ്യുന്നതാണ്. അപ്പൊ ആ വ്യത്യാസം നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. റാൻഡം ആക്സസ് ഫയൽസ് ആർ സിമിലർ ടു ഹാർഡ് ഡിസ്ക് ഒപ്റ്റിക്കൽ ഡ്രൈവ്സ്. wherever the file is placed, will be go to that particular position. But sequential files in example like type drives, അത് സീക്വൻഷ്യലി ആയിരിക്കും ഇത് വർക്ക് ചെയ്യുന്നുണ്ടാവുക. ആ വ്യത്യാസം നിങ്ങൾക്ക് അറിയണം. 2 types of access ഉണ്ട് ഫയലില്, സീക്വൻഷ്യൽ ആസ് വെൽ ആസ് റാൻഡം ആക്സസ്.